മുതുകാടായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ വിവാദങ്ങൾ നടന്നിരിക്കുന്നതാണ്. അതിനിടയ്ക്കാണെങ്കിൽ മുതുകാട് വന്നിട്ട് പറയണതാണെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നത്. പുള്ളി 60 ദിവസം പുള്ളി വായിച്ച ബുക്കിന്റെ കഥയൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോട്ടെ. അപ്പോൾ ഇപ്പൊ നമ്മുടെ മജീഷ്യൻ സാമ്രാജ്യം ഈ മുതുകാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൈവൽസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ മുതുകാടിന്റെ വരുന്ന പല മിസ്റ്റേക്കുകളും ചൂണ്ടിക്കാട്ടുന്നതായിട്ട് ഈ സാമ്രാജ്യം ചൂണ്ടിക്കാട്ടുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ പുള്ളി അതായത് സാമ്രാജ്യം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ മുതുകാടിനെ പറ്റി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടോക്കെ. എനിക്ക് ഭയങ്കര വാലിഡ് ആയിട്ട് തോന്നി. നമുക്കൊന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ ഞാൻ വെല്ലുവിളിക്കാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഏതെങ്കിലും ഒരു പുതിയ ഐറ്റം ഇത് കാണിച്ചു തരട്ടെ. പക്ഷേ ഓരോ ഐറ്റം ചെല്ലുമ്പോഴും അദ്ദേഹം അവകാശപ്പെടും ലോക മാന്ത്രിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ളത്. തെറ്റാണ്. ആരെങ്കിലും ചെയ്ത കാര്യങ്ങൾ എടുത്ത് ഇവിടെ കാണിച്ചിട്ട് കൊട്ടിഘോഷിക്കും. പത്രമാധ്യമ സുഹൃത്തുക്കളെ ചതിച്ചുകൊണ്ട് അവർ ഗംഭീര ഒരു വാർത്ത കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പുതിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും എനിക്ക് തോന്നില്ല. അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് വരട്ടെന്നേ. എത്രയോ 10-20 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഈ കുറെ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അത് കുറെ ഐറ്റംസിന്റെ രഹസ്യം അതെല്ലാം സി ഡിയിലാക്കി ആക്കിയിട്ട് ഇത് അടുത്ത 100 വർഷത്തേക്ക് ആരും തുറന്നു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇത് സീൽ ചെയ്ത് പെട്ടിക്കകത്തൊക്കെ ആക്കി ഇത് കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റും മാറിയിട്ട് അതിന്റെ ഏതാണ്ട് കല്ലറ പണിയുന്ന പോലെ അതിന്റെ പണി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇത് കുഴിച്ചിടാനുള്ള അധികാരം ആര് കൊടുത്തു? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരൈറ്റം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒറ്റ ഐറ്റം വല്ലവരും കണ്ടുപിടിച്ച ഐറ്റം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പൂർവ്വര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം എല്ലാം എടുത്ത് സി ഡി ആക്കി കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഇദ്ദേഹം എന്താ മാജിക്കിന്റെ അപ്പോസ്തോലനോ വല്ലുവാണ്? എനിക്ക് മനസ്സിലാകാത്ത ചോദ്യം. മജീഷ്യൻ സാമ്രാജ്യം ഇവിടെ ചോദിക്കുന്നത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ ഒരു ഐറ്റം എങ്കിലും ഈ മുതുകാട് എന്ന് പറഞ്ഞ പുള്ളി കണ്ടുപിടിച്ചിട്ടാണ് പിന്നെ ഇതേപോലെ സി ഡിയിലാക്കി കൊണ്ടുപോയി കുഴിച്ചിട്ട് വേറെ ആരും കാണരുത് 100 വർഷത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നെയും എന്തെങ്കിലുമൊക്കെ പ്രസക്തി ഉണ്ട്. ഇത് ഒരു ഐറ്റം പോലും പുള്ളി കണ്ടുപിടിക്കാണ്ട് പണ്ടാരൊക്കെയോ കണ്ടുപിടിച്ച ഐറ്റങ്ങൾ എടുത്ത് പുള്ളി ചെയ്തിട്ട് അതിന്റെ ട്രിക്കുകൾ പുള്ളി എടുത്ത് കുഴിച്ചിട്ടിട്ട് ഇനി ആരും തൊടാൻ പാടില്ല എന്ന് പറയുന്നത് അത് എന്ത് ന്യായമാണ്? കാര്യം ഇവിടെ സാമ്രാജ്യം ചോദിക്കുന്നതും അത് തന്നെയാണ്. കാര്യം നിങ്ങൾ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പേറ്റന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കാത്തൊരു സാധനമാണ്. എന്നിട്ട് അതിനകത്ത് ഈ മാജിക് എന്ന് പറയണത് എനിക്ക് മനസ്സിലാക്കിയ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ട് ഫോം ആണ്. അപ്പൊ അത് ആ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ആരാണോ മാജിക്കിനകത്തേക്ക് വരുന്നത് അവർക്കത് പകർന്നു കൊടുക്കണം. അങ്ങനെ ഓരോ ജനറേഷനുകളും അത് കൈമാറി പോകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷെ മുതുകാട് ഇവിടെ ചെയ്തതെന്താ? മുതുകാട് ഈ ചെയ്തതിന്റെ മാജിക്കിന്റെ ട്രിക്കുകളൊക്കെ കൂടെ ഒരു സീൽ ചെയ്തിട്ട് അതുകൊണ്ട് കുഴിച്ചിട്ടിട്ട് അത് ആരും തൊടാൻ പാടില്ല 100 വർഷത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അടുത്ത ജനറേഷനിലേക്ക് ഈ ഒരു സാധനം പോണ്ട എന്നാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ 28 വർഷം 30 വർഷമോ 28 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നത് അക്കാഡമി തുടങ്ങിയിട്ട്. ഈ അക്കാഡമിയില് ഓരോ മാസം മാജിക് പഠിച്ചിറങ്ങുന്നവർ നിരവധിയാണ്. ഓരോ ബാച്ച് 40-50 ആണ് കേൾക്കുന്നുണ്ട് അല്ലെ? എനിക്കറിയില്ല എക്സാക്ട്ലി. ഓക്കെ, ഇതുപോലെ കേരളത്തിൽ ഉടനീളമുണ്ട് പല സ്കൂളുകളും അക്കാഡമികളും. ഇതിനെല്ലാം ആയിരക്കണക്കിന് പേരാണ് മാജിക് പഠിച്ചിറങ്ങുന്നവര്. കഴിഞ്ഞ 30 വർഷത്തെ കാലയളവിനുള്ളിൽ വേണുപറ അറിയപ്പെടുന്ന എത്ര മാന്ത്രികരുണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അറിയണം. എത്ര പേര്? വിരലിൽ എണ്ണാവുന്നവര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അറിയപ്പെടുന്നവര്, പെർഫോം ചെയ്യുന്നവര്. ഓക്കെ, അതിന് പ്രതിഭകൾ ഇല്ലാത്തത് കൊണ്ടാണോ? അതോ പ്രതിഭകളല്ല, പഠിക്കുന്നവരെല്ലാം മാജിഷ്യൻസ് ആകുന്നില്ല. അതാണ് വേണു. ബേസിക്കലി ഞാൻ പറയുന്നൊരു കാര്യം, മാജിക് എന്ന കല ഈ ഡാൻസ് പോലെ പാട്ട് പോലെ അതൊന്നും അല്ല. ഇതിന്റെ പുറകിൽ രഹസ്യമാണ് ഇതിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ. എപ്പോൾ ആ രഹസ്യം മറ്റുള്ളവർ അറിയുന്നോ അതോടെ മാജിക് കല ഫിനിഷ്. മനസ്സിലായി? അപ്പൊ ഇതിന്റെ രഹസ്യം സൂക്ഷിക്കണം അല്ലെ? ഇതെല്ലാരും ഇത് പഠിപ്പിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. തെറ്റാണ്. സ്ക്രീനിങ് വേണം. മനസ്സിലായി? എല്ലാരും പഠിപ്പിച്ചെടുക്കാൻ പാടില്ല. അർഹതയുള്ളവരെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ല ഇതിൽ ചിലർ പറയും, കമന്റ് ഇടും, എന്നാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മാജിക്? പണ്ടൊക്കെ അങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെ മാജിക് പഠിച്ചു? കഴിവുള്ളവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. മാജിക് എന്ന് പറഞ്ഞ കല പഠിക്കേണ്ട കലയല്ല, പഠിപ്പിക്കേണ്ട കലയല്ല. വഴി കിടക്കുന്ന ഉറങ്ങുന്നവരെയൊക്കെ പിടിച്ചിട്ട് ബാബാ മാജിക് പഠിക്കണ്ടേ എന്ന് പറഞ്ഞ ആ ഒരു രീതി തെറ്റാണ്. എസ്പെഷ്യലി മാജിക് അങ്ങനെയാണ്. അറിയാമല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതിന്റെ രഹസ്യം നമ്മൾ പൊളിച്ചു കാണിച്ച്
ഓക്കെ, അപ്പൊ സാമ്രാജ്യം ഇവിടെ പറയണതെന്ന് പറഞ്ഞ ഈ മാജിക് എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ അത് ഈ ഇപ്പൊ നമ്മളെ വേറെ ഇപ്പൊ പാട്ട് പഠിക്കുന്ന പോലെ ഡാൻസ് പഠിക്കുന്ന പോലെ ഇപ്പൊ ഈ പാട്ടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുക, അതേപോലെ പാട്ട് ഇപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. പഠിപ്പിച്ചു കൊടുക്കുന്നതോറും അതിന്റെ ആ ഒരു അവർക്ക് കഴിവുണ്ടെങ്കിൽ അവരത് ഇമ്പ്രൂവ് ചെയ്തേ വരുള്ളൂ ഈ ഒരു സംഭവം. പക്ഷെ ഈ മാജിക് എന്ന് പറയുന്ന ഒരു സംഭവം മെയിൻ ആയിട്ട് ഇരിക്കണതെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിനകത്താണ്. അപ്പൊ ആ ഒരു ട്രിക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു വില ഇല്ലാണ്ടായി കഴിഞ്ഞു. കാര്യം അതിനകത്തൊരു ക്യൂരിയോസിറ്റിയും അത് കാണുമ്പോൾ ഉള്ള ആ ഒരു അതിശയവും അത് എങ്ങനെ വന്നു എന്നുള്ള ആ ഒരു സംഭവമൊക്കെയാണ് ഈ മാജിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷ്യസ് ആക്കുന്നത്. പക്ഷേ അതിന്റെ ആ ഒരു ട്രിക്കുകൾ ഈ മുതുകാടിനെ പോലുള്ളവരൊക്കെ മിക്കവർക്കും, അതായത് ഓരോ സ്റ്റുഡൻസിനൊക്കെ, അതായത് എല്ലാ സ്റ്റുഡൻസിനും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിക്കുള്ള പോലത്തെ സംഭവമൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഈ അടുത്ത്. അപ്പൊ അങ്ങനെയുള്ള സംഭവമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മാജിക് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന്റെ വാല്യൂ തന്നെ അവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ നിലവിൽ ഇപ്പൊ സാമ്രാജ്യം ചോദിച്ചാൽ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇപ്പൊ ഈ അടുത്ത് എത്ര ഫേമസ് ആയിട്ടുള്ള മെജീഷ്യന്മാരെ നമുക്കറിയാം എന്നൊരു ചോദ്യം പുള്ളി ചോദിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു അതിപ്രസരമൊക്കെ ഇപ്പൊ ഉണ്ടല്ല നിലവില്. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ ഈ മാജിക്കിന്റെ ട്രിക്കുകളൊക്കെ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയനകത്ത് ഇവിടെ യൂട്യൂബിനകത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. മിക്ക മാജിക്കുകളുടെയും ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കിട്ടും. അപ്പൊ അത് തന്നെയാണ് ഈ ട്രിക്കുകളൊക്കെ ആൾക്കാർ അറിഞ്ഞത് തന്നെയാണ് ഈ മാജിക്കിനോടുള്ള താല്പര്യം ആൾക്കാർക്ക് കുറയാൻ കാര്യം എന്നാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ബാക്കിയുണ്ട് ഇന്ന് കേരളത്തിലെ ഈ പണ്ടത്തെ ഒരു 20 വർഷം മുമ്പുള്ള ഒരു സംസ്കാരമല്ല മാജിക്കിനെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം തകർത്തടിയാണ് ചെയ്യുന്നത്. മാജിക്കിനെ പ്രോത്സാഹിപ്പിക്കുക, മാജിക്കിനെ വളർത്താൻ വേണ്ടി എന്ത് ചെയ്തു ഇതാണ്. വാട്ട് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ? ഫയർ എസ്കേപ്പ് പോലെ വലിയ രക്ഷപ്പെടൽ വിദ്യകളൊക്കെ അവതരിപ്പിക്കുന്ന മാന്ത്രികരും മജീഷ്യൻസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ മോഹൻലാൽ ഇറങ്ങിയിരിക്കുന്നു. മോഹൻലാലിനെ ഇറക്കിയതാണ്. ആ പാവം എല്ലാത്തിനും പോകും. ഞാൻ ചോദിച്ചിട്ട് മോഹൻലാല് മരണക്കടൽ ഈ സർക്കസ് ഇവിടെ പോയിട്ട് ഉത്സവം മരണക്കടൽ കണ്ടു കഴിഞ്ഞാല് അതിനകത്ത് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പോലെ മോഹൻലാലിന് പോകേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയുള്ളവരുടെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ മോഹൻലാൽ ഇതിനൊന്നും പോകേണ്ട ആളല്ല. പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാണ്, ലോകം അറിയുന്ന ആർട്ടിസ്റ്റ്. എന്റെ ഫേവറേറ്റ് ആക്ടറാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ സർക്കസ് കാണിക്കേണ്ട കാര്യം എന്താണ്? മോഹൻലാലിന് ഈ ഫയർ എസ്കേപ്പ് ചെയ്യേണ്ട കാര്യം എന്താണ്? പ്രശസ്തിക്ക് വേണ്ടിയോ? ഞാൻ ചെയ്യുന്ന സാമ്രാജ്യം ചെയ്യുന്നത് ഒന്ന് ഈ പ്രശസ്തിക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന് പ്രശസ്തി വേണോ? ചെല്ലു പറയുന്ന പണത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് പണം വേണം. പിന്നെ എന്തിനു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. മോഹൻലാൽ അത് ചെയ്തു, വിജയിപ്പിച്ചു. അടുത്ത ദിവസം ഞാൻ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് തന്നെ ജയിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ഒരു 6.5 മാജിക്കാ വലുത്. ഇവിടെ മോഹൻലാൽ ചെയ്തു, അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ചെയ്തു, അല്ലെ മാർപ്പാപ്പ ചെയ്തു. അവിടെ നിങ്ങൾ പറ, ഏതാണ് വലിയ മാജിക്? പറ. മാജിക് ഒരു ഐറ്റം ആണെങ്കിലും അത് സെലിബ്രിറ്റി, കാരണം അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ വലുതാണ്, അല്ലേ ലോക ശ്രദ്ധയിലേക്ക്. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, മാജിക്കിനാണോ വില അതോ സെലിബ്രിറ്റിക്കാണോ വില? ഇവിടെ മാജിക്കിന് പ്രസക്തി ഇല്ലാതായി മാറി എന്നുള്ളതാണ്. മാജിക്കിന് അവിടെ പുല്ല് വിലയാണ്. ഇതിൽ അവതരിപ്പിക്കുന്നവരുടെ ഇതാണ്. അപ്പം ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഞാൻ വിജയിച്ചു, കൂടുതൽ വിജയിച്ചു. പക്ഷെ ഇതാണ് അത് ആകരുതെന്ന് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം പണ്ട് കണ്ടപ്പോഴത്തേക്ക്, അതായത് ഈ മുതുകാട് മോഹൻലാലിനെ വെച്ചിട്ട് ഈ ഫയർ എസ്കേപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അതിനെതിരെ പ്രതിഷേധമൊക്കെ ആയിട്ട് ഈ സാമ്രാജ്യം വന്നിട്ടുണ്ടായി. ലാസ്റ്റ് ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്ത് മോഹൻലാൽ അത് ചെയ്യള്ള എന്ന് പറഞ്ഞിട്ട് പോയി ആ ഒരു പരിപാടി. അപ്പൊ അന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചതെന്ന് ഈ സാമ്രാജ്യം ഇത് എന്തിന്റെ ഒരു വിഷമമാണ്. കാര്യം അവരുടെ ഇഷ്ടത്തിന് അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, പുള്ളിക്ക് എന്താണെന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് മാജിക്കിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സാമ്രാജ്യം പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ഈ ഇപ്പൊ നമ്മുടെ ഈ മോഹൻലാലിനെ പോലുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ്. അപ്പൊ അങ്ങനെ ആക്ടറായിട്ട്, അതായത് പുള്ളി മജീഷ്യൻ അല്ല, പുള്ളി ഒരു ആക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ടറായിട്ടുള്ള ഒരാളെ പിടിച്ചിട്ട് വന്നിട്ട് ഒരു മാജിക്കിനകത്ത്, ഇത്രയും വലിയൊരു മാജിക്കിനകത്ത് ഒരു സംഭവമാണ് ഈ ഫയർ എസ്കേപ്പ് പോലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിപ്പോ ചെയ്യുമ്പോഴത്തേക്കും ഈ ലാലേട്ടന് അപകടം പറ്റുമോ എന്നുള്ളത് വേറെ കേസ്. പക്ഷെ അതിനേക്കാളും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയൊരു ഇത് തന്നെയാണ്. പക്ഷേ ഇനി സപ്പോസ് അപകടമൊന്നും പറ്റിയില്ലെങ്കിൽ തന്നെ അവിടെ വരാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇത് ചെയ്തിട്ട് ഇപ്പൊ സക്സസ് ആയെന്നിരിക്കട്ടെ. സക്സസ് ആയാൽ ഇത് കാണുന്നവരെന്ത് വിചാരിക്കും? മോഹൻലാലിനെ പോലെ ഒരു ആക്ടർ, അതായത് മാജിക് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ആക്ടർ വന്നിട്ട് ഈ ഫയർ എസ്കേപ്പ് പോലത്തെ ഇത്രയും വലിയൊരു സംഭവം ചുമ്മാ അങ്ങോട്ട് ചെയ്തിട്ട് പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊരു മനുഷ്യനും അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു തോട്ട് വരും എല്ലാവരും ഉള്ളില്. അപ്പൊ ആ ഒരു തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാമ്രാജ്യമൊക്കെ അന്ന് അതിനെതിരെ പ്രതിഷേധിച്ചത്. അത് നമുക്ക്
ഇപ്പോഴാണ് എനിക്കത് ക്ലിയർ ആയിട്ട് ആ ഒരു സംഭവം കത്തിയതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ മുതുകാടിനെ പോലുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതായത് ഇങ്ങനെ വെറുതെ പുള്ളിക്കാരന്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പൊ ലാലേട്ടന്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ലാലേട്ടന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നല്ല, മുതുകാടിന്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ലാലേട്ടനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് ഈ പരിപാടിയൊക്കെ കാട്ടണം. അപ്പൊ പുള്ളി ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് വന്നിട്ട് ഈ മാജിക്കിന്റെ വലിയ വലിയ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് വിടുമ്പോഴത്തേക്കും ഈ മാജിക് എന്ന് പറയുന്ന ആ ഒരു ആർട്ട് ഫോമിന്റെ വാല്യൂ അവിടെ കുറഞ്ഞു പോകുന്നതാണെന്നാണ് ഇവിടെ സാമ്രാജ്യം പറയുന്നത്. അത് കറക്റ്റ് കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ ഒരു മാജിക്കിനും കൂടെ ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് മുതുകാട് എന്നാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.